ഇത് ചിറ്റാറ്റുമുക്ക് ചന്തയാണ്. കാരണം വെച്ചാൽ കഴക്കൂട്ടത്തെ പോലെയല്ല. മീനെന്ന് പറഞ്ഞാൽ ഐസ് ഇടാത്ത മീൻ വേണമെങ്കിൽ ഐസ് ഇടാത്ത മീൻ കിട്ടും, ഐസ് ഇട്ടതാണെങ്കിൽ അത് കിട്ടും. പക്ഷേ എല്ലാം വലിയ കുഴപ്പമില്ലാത്ത മീൻ, നല്ല ചെറിയ പൈസയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും ഇവിടെ ഇല്ലാത്ത മീനുകളൊന്നുമില്ല. എല്ലാ മീനുമുണ്ട്. പുതിയാള പുതിയാള കഴക്കൂട്ടത്തൊക്കെ ഉള്ള പലർക്കും അറിഞ്ഞൂടാ ചിറ്റാറ്റുമുക്ക് ചന്ത എവിടെയാണ്. നമ്മളെ മേനത്തുനിന്ന് നമ്മൾ നേരെ പോയാൽ നമ്മളെ ബീച്ചാണ്, ഞങ്ങളെപ്പോഴും പോകാറുള്ള ബീച്ചാണ്. ആ ബീച്ച് തിരിയാതെ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്താൽ നമ്മൾ ചിറ്റാറ്റുമുക്ക് ചന്തയിൽ പോവാം. നല്ല ഫ്രഷ് മീനും ഫ്രഷ് മലക്കറി, പിന്നെ നമുക്ക് പച്ചക്കറി എല്ലാം വാങ്ങാൻ പറ്റും. ഒരു ഇഷ്ടം പോലെ പച്ചക്കറി എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടുന്നതാണ്. പച്ചക്കറി മലക്കറി വിൽക്കുന്ന ചേച്ചിമാരെയൊക്കെ ഉണ്ട്. ചെറിയ പൈസക്ക് ചീര, പയറ്, ഉഴുന്ന്, അങ്ങനെ എല്ലാ സംഭവങ്ങളും. എന്ത് സാധനം നമുക്ക് ഹോൾസെയിൽ റേറ്റാണ്. അന്നന്ന് എമൗണ്ടിനാണ് നമുക്കിത് കിട്ടുന്നത്. ഇവിടെ കിട്ടുന്നേക്ക് വച്ചിരുന്നുള്ളൊരു കച്ചവടമില്ല. അതുകൊണ്ട് എല്ലാ സംഭവങ്ങളും എന്ത് സാധനം വേണമെങ്കിലും കിട്ടും, എന്ത് സാധനം വേണമെങ്കിലും കിട്ടും. ഇവിടെ ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ല. ഇവിടെയാണെങ്കിൽ നമ്മൾ ഏത്തമ്പഴമൊക്കെ ആണെങ്കിൽ ഏത്തമ്പഴം 2.5 കിലോ 100 രൂപ കൊടുത്താൽ മതി. ഒരു 2.5 കിലോ നല്ല പഴം. നമ്മൾ കടയിൽ നിന്ന് 1 കിലോ 70 രൂപ 80 രൂപ കൊടുക്കുന്ന പഴമാണ് നമുക്കിവിടെ ഇത്രയും പൈസക്ക് കിട്ടുന്നത്. 2.5 കിലോ ആണ് ആണോ എടുക്കും. നമ്മൾ 100 രൂപയ്ക്കാണ് 2.5 കിലോ. പിന്നെ പൈനാപ്പിൾ, പച്ചക്കറി, ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഇതാണ് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പപ്പടം, മരിച്ചീനി, അന്ന് പറയണ്ട എല്ലാം. പപ്പടം, മുട്ട, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കിട്ടും. അടുത്ത തീരുമാനിച്ചില്ല, പോകണം. തീരുമാനിച്ചില്ല, അവിടെ പോവും. പോരാണ്ട് നാരായണത്ത് പോകാൻ പറ്റും. മരിച്ചീനി